പാതിരാത്രി നേരത്തെ ആരാണ് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കും? ഹലോ, അതെ, അനിയനല്ല അളിയൻ. എന്റെ ഭാര്യയുടെ അനിയനാണ് വിനോദ്. അയ്യോ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. എന്താ മണി എത്രയായി? 12 കഴിഞ്ഞു. പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുക. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലോട്ട്. എന്തിന്? കുഴൽപ്പണം എന്ന് കേട്ടിട്ടില്ലേ? 11 ലക്ഷം രൂപയായിട്ടാ പിടിച്ചത്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാണ്. അവിടെ നിന്നായാലും മേൽക്കോടതിയിൽ നിന്നായാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സർ, സത്യം പറയാമല്ലോ, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതായി. കൊലപാതകം വരെ പലപ്പോഴും അബദ്ധത്തിൽ പറ്റുന്നതാ. എന്ന് വെച്ച് ഞങ്ങൾ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പേരും നമ്പറും തന്നപ്പോ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഗോപിപ്പിള്ള, അവന്മാരുടെ വേഷമൊക്കെ അങ്ങ് അഴിച്ചു വാങ്ങിക്കോ. ലോക്കപ്പില് അണ്ടർവെയർ മതി. നിങ്ങൾ പോയിക്കോളൂ. ഗോപിപ്പിള്ള, ഞാൻ ക്വാർട്ടേഴ്സിലുണ്ടാവും. സർ പ്ലീസ്, ഒരു സെക്കൻഡ് ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സർക്കാർ സർവീസിലുള്ളതല്ലേ സർ? ഒറ്റ സെക്കൻഡ്. എന്താണ് ഇതൊക്കെ? ഞാനൊന്നും അറിഞ്ഞതല്ല. വണ്ടി കിട്ടാതായപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പണം കൊണ്ട് ഈ മഹാഭാവി വരുന്നെന്ന് ഞാൻ അറിഞ്ഞു. ചെന്ന് നോക്കളിയാ. ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടിയ നിലയ്ക്ക് എസ് ഐ ഇപ്പൊ വിചാരിച്ച അയാളെ ഒഴിവാക്കാം. എസ് ഐ വിചാരിക്കൂ? കാണേണ്ട പോലെ കണ്ട എന്ന് വെച്ചാ അത് തന്നെ. പക്ഷെ കോർട്ടസിൽ പോയി കൊണ്ട് കൊടുക്കണം. നേരം വെളുത്തപ്പൻ അങ്ങനെ അരിച്ചെന്ന് പറഞ്ഞ ഒന്നും നടക്കൂല.